ഹലോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് സ്വന്തമായി വീട്ടിലിരുന്നുകൊണ്ട് എങ്ങനെ ഐബ്രോ ത്രെഡ് ചെയ്യാം എന്ന് നോക്കാം. ഓക്കെ, അതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു ഐബ്രോ ത്രെഡിങ് നൂല്, പിന്നെ ഒരു ടാൽക്കം പൗഡർ, അത് അപ്ലൈ ചെയ്യാനായിട്ട് ചെറിയൊരു കോട്ടൺ, പിന്നെ ഇതുപോലത്തെ ഒരു സിസർ, അതിൻ്റെ എഡ്ജ് ഭാഗം കുറച്ച് ഇങ്ങനെ വളഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. പിന്നെ ഒരു ബ്രഷ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ആവശ്യം കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. നിങ്ങൾ തീർച്ചയായും ഉപകാരപ്രദമായി എങ്കിൽ നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. എനിക്ക് കണ്ടില്ലേ, ഐബ്രോസ് നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട്. കണ്ടോ, നല്ല രീതിയിൽ തന്നെ ഐബ്രോസ് വളർന്നിട്ടുണ്ട്. അപ്പം നമുക്ക് സ്വന്തമായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു രീതിയാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ഞാൻ കുറച്ച് ടാൽക്കം പൗഡർ ചെറിയൊരു കോട്ടൺ വെച്ച് അപ്ലൈ ചെയ്യണം. കണ്ടോ, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്യുക. അതായത് കുറച്ച് നമുക്ക് സ്വെറ്റായിട്ടുണ്ടെങ്കിൽ, അതായത് വിയർപ്പൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറിക്കിട്ടും. കുറച്ച് പെയിൻലെസ് കൂടിയായിരിക്കും ഈ ഒരു രീതിയിൽ നമ്മൾ ത്രെഡ് ചെയ്തെടുക്കുമ്പോൾ. ത്രെഡിങ് നൂല് വൈറ്റ് കളർ എടുക്കുന്നതിനേക്കാളും നല്ലതാണ് ഇങ്ങനെ ഒരു ഗ്രീൻ കളർ എടുക്കുമ്പോൾ, കുറച്ച് പെയിൻലെസ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു വലുപ്പത്തിൽ നമ്മളത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിനെ രണ്ടായി മടക്കി അതിൻ്റെ എൻഡിൽ ചെറിയൊരു നോട്ടിട്ട് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നോട്ടിട്ടു. അതിനുശേഷം ഇങ്ങനെ ഈ ഒരു രീതിയിൽ പിടിച്ചിട്ട് റൈറ്റ് ഹാൻഡ് ജസ്റ്റ് ഒരു 3 to 4 ടൈംസ് ട്വിസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ ഒരു നോട്ടിട്ടിട്ട് കൈ രണ്ടും ഇങ്ങനെ സിക്സാഗ് മൂവ്മെൻറ്റ് ചെയ്ത് നോക്കുക. രണ്ടും നല്ല രീതിയിൽ മൂവ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ ഫസ്റ്റ് ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡുള്ള ഐബ്രോസാണ്. കണ്ടോ, ആദ്യം നമ്മൾ ത്രെഡ് വെച്ച് കൊടുത്ത്, കണ്ടോ, ത്രെഡ് ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം റൈറ്റ് സൈഡുള്ള ആ ലൂപ്പിലേക്ക് നമ്മൾ ഹെയർ കടത്തി വിടുക. അതിനുശേഷം ലെഫ്റ്റ് ഹാൻഡിലുള്ള ത്രെഡിനെ നമ്മൾ എന്ത് ചെയ്യുക, ടൈറ്റ് ആക്കുക. ഓക്കെ, അങ്ങനെയാണ് ചെയ്യുന്നത്. കണ്ടോ, റൈറ്റ് സൈഡുള്ളത് ലൂപ്പിൽ നമ്മൾ ഹെയർ കടത്തിയതിന് ശേഷം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കൊണ്ട് ടൈറ്റ് ചെയ്യുക. കണ്ടോ, പുരുകൻ ജസ്റ്റ് ഒന്ന് ഉയർത്തി പിടിച്ചുകൊണ്ട് ചെയ്യുക, കാരണം സ്വയം ചെയ്യല്ലേ, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഉയർത്തി പിടിച്ച് നമ്മളൊരു നമ്മളൊരു ത്രെഡ് കൊണ്ട് ലൈൻ ഇട്ടതിന് ശേഷം ഹെയർസ് അതിനകത്ത് കടത്തി വിട്ടിട്ട് അതിൻ്റെ ഓപ്പോസിറ്റുള്ള ത്രെഡിനെ ടൈറ്റ് ചെയ്ത് ഹെയർ റിമൂവ് ചെയ്യുക. ഓക്കെ, ഈ ഒരു രീതി തന്നെയാണ് നമ്മൾ സ്റ്റാർട്ടിങ് ടു എൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? കണ്ടല്ലേ, ഓക്കെ, ഇതേ രീതി തന്നെ മുകളിലും, അതായത് റൈറ്റ് ഹാൻഡിലുള്ള ലൂപ്പിൽ ഹെയർ കടത്തി വിട്ടതിന് ശേഷം ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ടൈറ്റ് ചെയ്യുക, അങ്ങനെ ഹെയർ റിമൂവ് ചെയ്യുക. ഫസ്റ്റ് എടുക്കുമ്പോഴൊക്കെ എനിക്ക് കുറച്ച് പെയിനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനിത് സ്വയം എടുത്ത് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ഓക്കെ ആയി. അപ്പോൾ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ താഴത്തെ ഭാഗം ഏകദേശം എടുത്തു കഴിഞ്ഞു.
ഞാൻ വീണ്ടും അവിടെ ഹെയർസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് അത് റിമൂവ് ചെയ്യാൻ നോക്കുകയാണ്. കണ്ടോ 2 ഐബ്രോസും തമ്മിലുള്ള വ്യത്യാസം. നമുക്ക് മുകളിലത്തെ ഭാഗം എടുക്കാം. പൊട്ടെടുത്ത് മാറ്റിയില്ലായിരുന്നു, അത് മാറ്റിയിട്ട് ചെയ്യാം. സെയിം റൈറ്റ് ഹാൻഡിലുള്ള ലൂപ്പിൽ നമ്മളൊന്ന് ഹെയർ കയറ്റിയതിന് ശേഷം ലെഫ്റ്റ് ഹാൻഡിലുള്ളത് ത്രെഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ടൈറ്റ് ചെയ്യുന്നു. അത്രേ ഉള്ളൂ. സെയിം അതുപോലെ തന്നെ ഞാൻ ഫോർഹെഡും ക്ലീൻ ചെയ്യുകയാണ്. ഓക്കെ, ഏകദേശം ലെഫ്റ്റ് സൈഡ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് റൈറ്റിലേക്ക് കിടക്കാം. കണ്ടോ, റൈറ്റിൽ ചെയ്യുമ്പോഴും അതേ നമ്മൾ ലെഫ്റ്റ് എന്താണോ ചെയ്ത് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും റൈറ്റിൽ ചെയ്യുമ്പോൾ കേട്ടോ. കണ്ടോ, അതായത് ലെഫ്റ്റ് ഹാൻഡിലുള്ള ലൂപ്പിലൂടെ ഹെയർ കടത്തിവിട്ട് റൈറ്റ് ഹാൻഡ് ടൈറ്റ് ചെയ്യുക, അതാണ് ചെയ്യുന്നത്. ചെറിയ വേദനയുണ്ട്, എൻ്റെ ഫേസ് കാണുമ്പോൾ അറിയുന്നുണ്ടല്ലേ. എന്നാലും അതെടുത്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അങ്ങനെ അറിയില്ല, വേദന പെട്ടെന്ന് അറിയില്ല. സ്വന്തമായി ചെയ്ത് കഴിയുമ്പോൾ ആ ഫിനിഷിങ് കിട്ടുമ്പോണ്ടല്ലോ, ആ ഒരു സാറ്റിസ്ഫാക്ഷൻ, ഹോ, അത് ചെയ്യുന്നവർക്കേ അറിയുള്ളൂ കേട്ടോ. പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് ചെയ്യുന്നവർക്കേ അതിൻ്റെ ഒരു സന്തോഷം അറിയുള്ളൂ. അതേ രീതിയിൽ തന്നെ ഫോളോ ചെയ്യുക. ഓക്കെ, പുരുകം ഒന്ന് ഉയർത്തി പിടിച്ചുകൊണ്ട് പാടം കടന്നെത്തുമേ പൂവിലെ മൗനങ്ങളെ ഒരുകും വേനൽ പാടം കടന്നെത്തുമേ. അതെ, ഇവിടെ TV ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലെന്തോ കോമഡി കേട്ടപ്പോൾ ചിരിച്ചതാണ്. മൗനങ്ങളെ അനിവാർന്ന വിരലാൽ അണിയിച്ചതാരേ, അനിവാർന്ന വിരലാൽ അണിയിച്ചതാരേ, അഴലിൻ്റെ കുളിരാ ഹരിചന്ദനം. ഞാനിപ്പോൾ പാടിയ പാട്ടിൻ്റെ പല്ലവി പറയും കേട്ടോ. അറിയുന്നവർ കമൻറ്റ് ചെയ്യണേ. ഓക്കെ, അങ്ങനെ ഞാൻ ഫോർഹെഡും ക്ലീൻ ചെയ്യുകയാണ് കേട്ടോ. ഓൺ ക്യാമറയിൽ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഐബ്രോസൊന്നും നമുക്ക് പെട്ടെന്ന് എടുത്ത് കാണാൻ പറ്റുന്നില്ല.
അപ്പോൾ ജസ്റ്റ് ഇടയ്ക്ക് ഞാൻ ഓഫ് ക്യാമറയിൽ നോക്കുന്നുണ്ട് കേട്ടോ, എന്നിട്ടാണ് എടുക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ത്രെഡൊന്ന് മൂവ് ചെയ്ത് കൊടുത്തിട്ട് ചെയ്യുക കേട്ടോ. ഉണ്ടല്ലേ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് നമ്മൾ ട്വിസ്റ്റ് ചെയ്ത് 3 to 4 ടൈംസ് ട്വിസ്റ്റ് ചെയ്തില്ലേ, അത് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് അഴിച്ച് അതിനൊന്ന് ഒന്നുകൂടെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ഒന്ന് നന്നായിട്ടൊന്ന് മൂവ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. എക്സ്ട്രാ ഹെയർസ് നല്ല ഉണ്ടോയെന്ന് ചെക്ക് ചെയ്തിട്ട് ഓക്കെ, കണ്ടോ? അതിന് ത്രെഡ് ചെയ്തതിന് ശേഷം ഒരു ബ്രഷ് വെച്ച് ജസ്റ്റ് ഒന്ന് ചെയ്യി കൊടുത്തതിന് ശേഷം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. എനിക്ക് അത്ര ഹെയർസ് ഇല്ല, കട്ട് ചെയ്യാനുള്ള ഹെയർ ഇല്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു മാത്രം കേട്ടോ. രണ്ട് സൈഡിലും ഇതുപോലെ ചീകിയൊന്ന് എക്സ്ട്രാ ഹെയർ ഉണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റുക. ഓക്കെ, അതിനുശേഷം ഒരു മസാജിങ് ക്രീം യൂസ് ചെയ്ത് നല്ല രീതിയിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു മസാജിങ് ക്രീം എടുത്ത് അത് അപ്ലൈ ചെയ്ത് ജസ്റ്റ് ഇതുപോലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല സുഖമുണ്ട് മസാജ് ചെയ്യുമ്പോൾ. ചെറുതായിട്ട് പെയിൻ ഉള്ളതായിരുന്നില്ലേ, അതുകൊണ്ട്. ഓക്കെ, എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? എനിക്കിഷ്ടമായി. നിങ്ങൾക്കിഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക.